വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗമായി മോൻസ് ജോസഫ് എം.എൽ.എയും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തെ 25 വർഷക്കാലം പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഇത് രണ്ടാം തവണയാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. 2007 മുതൽ 2009 വരെ വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു മോൻസ് ജോസഫ്. 1996 കടുത്തുരുത്തി എം.എൽ.എ ആയ മോൻസ് ജോസഫ് 2001 പരാജയപ്പെട്ടെങ്കിലും 2006 മുതൽ തുടർച്ചയായി വിജയം നേടിയിരുന്നു. കടുത്തുരുത്തി മണ്ഡലത്തിൽ ശ്രദ്ധേയമായ നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കിയ മോൻസ് ജോസഫ് 2026 31,300 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. സർക്കാരിന്റെ നിഷേധാത്മക നയം മൂലം തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന മോൻസ് ജോസഫ് ഇത്തവണ പദ്ധതികളുടെ പൂർത്തീകരണത്തിനൊപ്പം കടുത്തുരുത്തിയിൽ പുതിയ വികസന മുന്നേറ്റത്തിന് നേതൃത്വം നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാനും നിയമസഭാ കക്ഷി നേതാവുമായ മോൻസ് ജോസഫ് എം.എൽ.എ മികച്ച വകുപ്പുകളുടെ ചുമതലയോടെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത് കടുത്തുരുത്തി മണ്ഡലത്തിനും ആഹ്ലാദവും ആവേശവുമായി മാറുകയാണ്.